എന്താണ് TDS on GST? ആർക്കൊക്കെയാണ് GST TDS ബാധകമാവുന്നത്? ആർക്കൊക്കെയാണ് GST TDS ബാധകമാവാത്തത്? എന്തൊക്കെയാണ് GST TDSന്റെ മാനദണ്ഡങ്ങൾ? ജനറൽ GSTക്കും TDS on GSTക്കും വെവ്വേറെ രജിസ്ട്രേഷനുകൾ ആവശ്യമുണ്ടോ? എപ്പോഴാണ് GSTയിൽ TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്? ഡിഡക്റ്റ് ചെയ്യേണ്ട TDSന്റെ റേറ്റ് എത്രയാണ്? ഡിഡക്റ്റ് ചെയ്ത GST TDS എന്ത് ചെയ്യണം? നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ TDS on GST അഥവാ GST TDS നെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ ചില പ്രത്യേക പേയ്മെന്റുകൾ നടത്തുന്ന സമയത്ത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഇൻകം ടാക്സിലുള്ള TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. പലർക്കും സംശയമാണ് ഈ TDS തന്നെയാണോ GST TDS എന്നുള്ളത്. ഇൻകം ടാക്സിലെ TDSും GSTയിലെ TDSും രണ്ടാണ്. ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സപ്ലൈ നടത്തുന്ന സമയത്ത്, അതായത് സെയിൽസ് നടത്തുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സിനെ GST എന്ന് വിളിക്കാം. ഇതേ GSTയിലത്തെ സപ്ലൈ ഒരു പ്രത്യേക പരിധിക്ക് മുകളിലാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഡിഡക്റ്റ് ചെയ്യുന്ന TDSനെയാണ് നമ്മൾ TDS on GST എന്ന് വിളിക്കുന്നത്. അതായത് GSTയിൽ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സപ്ലൈയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ടാക്സിന്റെ ഡിഡക്ഷൻ ആണ് TDS on GST. ആദ്യം തന്നെ GST TDS അല്ലെങ്കിൽ TDS on GST ആർക്കൊക്കെയാണ് ബാധകമാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക്. 2 ലോക്കൽ അതോറിറ്റീസിന്. 3 ഗവൺമെന്റ് ഏജൻസീസിന്. 4 CGST ആക്ട് പ്രകാരം ഉള്ള ചില നോട്ടിഫൈഡ് കാറ്റഗറി ഓഫ് പേഴ്സൺസിന്. ഈ 4 കാറ്റഗറിക്കാർക്ക് മാത്രമാണ് GST on TDS ബാധകമാവുക. ഇതിൽ നോട്ടിഫൈഡ് കാറ്റഗറി ഓഫ് പേഴ്സൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ നോട്ടിഫൈഡ് കാറ്റഗറി ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ 51% പാർട്ടിസിപ്പേഷനോ കൺട്രോളോ ഉള്ള പാർലമെന്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ ഫോം ചെയ്ത ഏതെങ്കിലും അതോറിറ്റിയോ ബോർഡോ മറ്റേതെങ്കിലും ബോഡിയോ, ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റോ. രണ്ടാമതായി 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ മറ്റേതെങ്കിലും അതോറിറ്റിയോ സ്ഥാപിച്ചിട്ടുള്ള സൊസൈറ്റീസ്. മൂന്നാമതായി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അപ്പൊ 3 വിഭാഗങ്ങളാണ് നോട്ടിഫൈഡ് കാറ്റഗറി ഓഫ് പേഴ്സൺസ് എന്ന പേരിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം GST TDS ബാധകമാണ് എന്നർത്ഥം. ഇനി GST രജിസ്ട്രേഷനും GST TDS രജിസ്ട്രേഷനും ഒന്നാണോ? ഒരിക്കലുമല്ല. GST രജിസ്ട്രേഷൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് GST ജനറൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ GST റെഗുലർ രജിസ്ട്രേഷൻ എന്നുള്ളതിനെ പറ്റിയാണ്. റെഗുലർ രജിസ്ട്രേഷൻ എടുക്കാനുള്ള പരിധി എന്ന് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ, അതായത് സാധനങ്ങൾ വിറ്റുവരവ്, സാധനങ്ങൾ വാങ്ങുക വിൽക്കുക എന്നുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എങ്കിൽ നമ്മളുടെ ടോട്ടൽ ഒരു വർഷത്തെ വിറ്റുവരവ് 40 ലക്ഷത്തെക്കാൾ കൂടുതലാണെങ്കിലും, സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ ഒരു വർഷത്തെ വിറ്റുവരവ് 20 ലക്ഷം രൂപയിലും കൂടുതലാണെങ്കിൽ മാത്രമാണ് GSTയിൽ റെഗുലർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ രജിസ്ട്രേഷൻ എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവുന്നത്. എന്നാൽ GST TDS വേറൊരു രീതിയിലാണ്. റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും GSTയിൽ TDS ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് രജിസ്ട്രേഷൻ ആവശ്യമാണ്. അത് ടാക്സ് ഡിഡക്ടർ എന്ന കാറ്റഗറിയിൽപ്പെട്ട രജിസ്ട്രേഷൻ ആയിരിക്കും. ഈ 2 രജിസ്ട്രേഷനുകളിലും വെവ്വേറെ GST നമ്പറുകളായിരിക്കും ഉണ്ടാവുക. GST TDS രജിസ്ട്രേഷൻ എടുക്കുന്നവർക്ക് GST റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. GST TDS രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ് ഒന്നുകിൽ ഇൻകം ടാക്സിൽ തരുന്ന പാൻ കാർഡോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ TDS ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാൻ നമ്പറോ ആവാം. പാൻ കാർഡ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ പാൻ കാർഡാണ്, ഒരിക്കലും അതിന്റെ DDOയുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വ്യക്തികളുടെയോ പാൻ നമ്പർ അല്ല. ഇനി എപ്പോഴാണ് TDS on GST ഡിഡക്റ്റ് ചെയ്യേണ്ടത്? ഒരു GST രജിസ്ട്രേഷനുള്ള സപ്ലയറിൽ നിന്നും ഒരു കോൺട്രാക്ട് പ്രകാരം ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് 2,50,000 രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് പേയ്മെന്റ് നടത്തുമ്പോൾ
നമ്മൾ GST TDS ഡിഡക്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച ഗവൺമെന്റ് ഫേമുകളാണ്. ഇനി ടാക്സബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ടാക്സബിൾ സർവീസ് എന്ന് പറയുന്നത് ടാക്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ബെയർ വാല്യൂ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് മാത്രമാണ്. ഒരു ഉദാഹരണത്തിന് നമുക്ക് കിട്ടിയ ഒരു ഇൻവോയ്സിൽ ടാക്സബിൾ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ വാല്യൂ 2,40,000 ടാക്സബിൾ അല്ലാത്ത നോൺ ടാക്സബിൾ ആയ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആയ ഗുഡ്സിന്റെ വാല്യൂ 2,60,000 അങ്ങനെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ 5 ലക്ഷവും ആണെങ്കിൽ നമുക്ക് ഇവിടെ GST TDS അപ്ലിക്കബിൾ ആവോ? തീർച്ചയായും ഇല്ല. കാരണം നമ്മുടെ ടാക്സബിൾ സർവീസസിന്റെ അല്ലെങ്കിൽ ടാക്സബിൾ ഗുഡ്സിന്റെ വാല്യൂ 2,50,000 താഴെയാണ്. 2,50,000 താഴെയാണെങ്കിൽ TDS ഓൺ GST ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു കേസ് നോക്കാം. നമ്മുടെ ടോട്ടൽ ഇൻവോയ്സ് എന്ന് പറയുന്നത് 2,60,000 ആണ്. അതില് 12% ടാക്സും കൂടെ ഉൾപ്പെട്ട ബില്ലാണ് എങ്കിൽ തീർച്ചയായും ആ ബില്ലിലെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് 2,50,000 താഴെയായിരിക്കും. അപ്പോഴും നമുക്ക് TDS പിടിക്കേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിൽ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ ടാക്സോ സെസ്സോ അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ടാക്സബിൾ സർവീസിന്റെയോ ടാക്സബിൾ ഗുഡ്സിന്റെയോ വാല്യൂ 2,50,000 കൂടുതലാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് GST TDS അപ്ലിക്കബിൾ ആവുന്നത്. ഇനി അഡ്വാൻസ് പേയ്മെന്റ് അല്ലെങ്കിൽ പാർഷ്യൽ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് GST TDS അപ്ലിക്കബിൾ ആവോ എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിന് ഒരു ഗവൺമെന്റ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റി അവരൊരു സെക്യൂരിറ്റി ഏജൻസിയെ നിയമിക്കുകയാണ്. ഒരു വർഷത്തേക്ക് അവരുടെ കോൺട്രാക്ട് എമൗണ്ട് 12 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് മന്ത്ലി പേയ്മെന്റ് കൊടുക്കണം. അപ്പോൾ ഓരോ മാസവും കൊടുക്കുന്ന പേയ്മെന്റ് ഓരോ ലക്ഷം രൂപ വീതമായിരിക്കും. കാരണം 12 ലക്ഷം രൂപയാണ് കോൺട്രാക്ട് ഒരു വർഷത്തേക്ക്, 12 മാസത്തേക്ക് ആകുമ്പോൾ ഓരോ മാസവും 1 ലക്ഷം രൂപ കൊടുക്കണം. തീർച്ചയായും ആ എമൗണ്ട് 2,50,000 താഴെയാണ്. അപ്പോൾ TDSന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ടോ? തീർച്ചയായും അവിടെ TDS ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് പേയ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഈ സിംഗിൾ കോൺട്രാക്ടിന്റെ എമൗണ്ട് എന്നത് 2,50,000 കൂടുതലാണ്. അതായത് 12 ലക്ഷമാണ് നമ്മൾ ഈ പറയുന്ന ഉദാഹരണത്തിൽ. അപ്പൊ ഇവിടെ TDSന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ട്. ഓരോ മാസവും ഇവർക്ക് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ TDS ഡിഡക്ട് ചെയ്തതിന് ശേഷമേ പേയ്മെന്റ് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പർപ്പസിനുള്ള ഒരു സിംഗിൾ കോൺട്രാക്റ്റ് ആണ് നമ്മൾ TDS ഓൺ GSTയിൽ ബേസ് ആയിട്ട് നോക്കുന്നത് എന്ന് മാത്രം. വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു ഗവൺമെന്റ് സ്ഥാപനം ടെൻഡർ പ്രകാരം 2 ലക്ഷം രൂപയ്ക്കുള്ള കമ്പ്യൂട്ടറുകൾ വാങ്ങി. ഈ 2 ലക്ഷം രൂപ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് TDS അപ്ലിക്കബിൾ ആണോ? തീർച്ചയായും അല്ല. കാരണം അത് 2,50,000 താഴെയാണ്. ഇനി ആ ടെൻഡർ കഴിഞ്ഞു, വീണ്ടും അടുത്ത ടെൻഡർ ഇതേ പാർട്ടിക്ക് തന്നെ അതേ വർഷം തന്നെ മറ്റൊരു ടെൻഡർ പ്രകാരം വീണ്ടും ഒരു 2 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തി. അങ്ങനെ വരുമ്പോൾ അതിൽ TDS അപ്ലിക്കബിൾ ആവോ? അതിലും അപ്ലിക്കബിൾ ആവില്ല. കാരണം എന്താ? രണ്ടും 2 ഡിഫറെന്റ് കോൺട്രാക്ട് ആണ്. സെയിം പാർട്ടിയാണ്, ഡിഫറെന്റ് ടൈമിലുള്ള ഡിഫറെന്റ് കോൺട്രാക്ടുകളാണ്. അപ്പോൾ ഒരു സിംഗിൾ കോൺട്രാക്ടിന്റെ എമൗണ്ട് 2,50,000 അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് TDS ഇവിടെ അപ്ലിക്കബിൾ ആവുള്ളൂ എന്ന കാര്യം വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കാം. ഇനി ഇതേ പാർട്ടിക്ക് തന്നെ ഒരു കോൺട്രാക്ട് 2 ലക്ഷം രൂപയായിരുന്നു. ആ കോൺട്രാക്ടിന്റെ എമൗണ്ട് കുറച്ച് ഇൻക്രീസ് ചെയ്തു. നമുക്ക് 10 കമ്പ്യൂട്ടറാണ് വേണ്ടിയിരുന്നത്, നമുക്ക് 15 കമ്പ്യൂട്ടർ വേണമെന്നുള്ള രീതിയിൽ സെയിം കോൺട്രാക്ടിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് ഈ കോൺട്രാക്ട് എമൗണ്ട് 2,50,000 കൂടുതലാണെങ്കിൽ തീർച്ചയായും അവിടെ GST TDS ഡിഡക്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് അവർക്ക് പേയ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇനി എത്രയാണ് GSTയിൽ ഡിഡക്ട് ചെയ്യേണ്ട TDSന്റെ പെർസെൻറ്റേജ്? നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം അനുസരിച്ചുള്ള 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ടാക്സബിൾ സപ്ലൈക്ക് എഗെയിൻസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് 2% ഡിഡക്ട് ചെയ്യേണ്ട TDSന്റെ റേറ്റ്. അതായത് കേരളത്തിന്റെ പുറത്തുനിന്നും വന്ന ഒരു സപ്ലൈ ആണെങ്കിൽ, അതായത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് പേയ്മെന്റ് നടത്തുമ്പോൾ 2% IGST ഡിഡക്ട് ചെയ്യണം. ഇനി അതല്ല, കേരളത്തിന് അതായത് ഒരു സംസ്ഥാനത്തിന് അകത്ത് തന്നെയുള്ള ഒരു സപ്ലൈ ആണ് എങ്കിൽ 1% CGSTയും 1% SGSTയുമായി 2% TDS ഡിഡക്ട് ചെയ്യണം എന്നർത്ഥം. ചില കേസുകളിൽ TDS ഓൺ GST ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കേസ്, ഒരു പബ്ലിക് അണ്ടർടേക്കിംഗിൽ നിന്നും മറ്റൊരു പബ്ലിക് അണ്ടർടേക്കിംഗിലേക്ക് 2,50,000 കൂടുതലുള്ള ഒരു സപ്ലൈ നടക്കുകയാണെങ്കിൽ അവിടെ GST TDSന്റെ അപ്ലിക്കബിലിറ്റി ഇല്ല. അവിടെ ഡിഡക്ഷൻ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്കാണെങ്കിലും
GST TDSന്റെ അപ്ലിക്കബിലിറ്റി വരുന്നില്ല. ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും ലോക്കൽ അതോറിറ്റിയും ഗവൺമെന്റ് ഏജൻസിയും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ GST TDS അപ്ലിക്കബിൾ അല്ല. ഇനി അടുത്തതായിട്ട് നോൺ GST ഗുഡ്സ്, അതായത് പെട്രോള്, ഡീസല്, ഗ്യാസ്, ഇതിന്റെയൊക്കെ സപ്ലൈ നമുക്ക് വരുന്നത് 2,50,000 കൂടുതലാണെങ്കിലും അതില് GST TDS അപ്ലിക്കബിലിറ്റി ഇല്ല. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു സപ്ലൈറിൽ നിന്നും 2,50,000 രൂപയേക്കാൾ കൂടുതലുള്ള ഒരു ഇൻവോയ്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അതിനകത്ത് ടാക്സബിൾ സപ്ലൈ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും GST TDS ഡിഡക്ട് ചെയ്യേണ്ടതായ ആവശ്യം ഇല്ല. ഇനി ഡിഡക്ട് ചെയ്ത GST TDS എന്ത് ചെയ്യാം? TDS ഡിഡക്ഷൻ കഴിഞ്ഞാൽ ഏത് മാസമാണോ ഡിഡക്ട് ചെയ്യുന്നത് അതിന്റെ തൊട്ടടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പായി ഈ എമൗണ്ട് ഗവൺമെന്റ് ട്രഷറിയിലോ ബാങ്ക് ചെലാൻ വഴിയോ ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയും ആ അടച്ചത് ആരിൽ നിന്നാണോ ഡിഡക്ട് ചെയ്തത് എന്ന വിവരം റിപ്പോർട്ട് ചെയ്യുന്ന പ്രൊസീജിയറായ റിട്ടേൺ ഫയലിംഗ് എന്ന പറഞ്ഞ പ്രൊസീജിയർ നടത്തുകയും നിർബന്ധമാണ്. അതായത് ഈ മാസം ഡിഡക്ഷൻ നടന്നു, അത് അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ പൈസ അടയ്ക്കുകയും വേണം, അതിനെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ നടപടികൾ? എന്തൊക്കെ പെനാൽറ്റികളോ ഇൻട്രസ്റ്റോ ആണ് വരിക എന്നത് നോക്കാം. ഇനി 10-ാം തീയതിക്ക് ശേഷവും, അതായത് ഒരു മാസം ഡിഡക്ട് ചെയ്ത എമൗണ്ട് പിന്നത്തെ മാസം 10-ാം തീയതിക്ക് കഴിഞ്ഞിട്ടും അടച്ചില്ലെങ്കിൽ അടയ്ക്കേണ്ട ഡേറ്റ് മുതൽ എന്നാണോ അടയ്ക്കുന്നത് അതുവരെ ഇയർലി 18% വീതമുള്ള പലിശ കൂടെ അടയ്ക്കണം. ഇനി 10-ാം തീയതിക്ക് റിട്ടേൺ ഫയലിംഗ് ആണെങ്കിൽ 10-ാം തീയതി കഴിഞ്ഞും നമുക്ക് ഫയൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഓരോ ദിവസവും 50 രൂപ വീതം ലേറ്റ് ഫീയും കൂടെ നൽകിയാലേ ഫയലിംഗ് നടത്താൻ സാധിക്കുള്ളൂ. അപ് ടു 5,000 രൂപ നമുക്ക് പെനാൽറ്റി വന്നേക്കാം. അതായത് ഡിഡക്ട് ചെയ്ത എമൗണ്ട് നമ്മൾ അടച്ചില്ലെങ്കിൽ 18% വീതം പലിശയും, റിട്ടേൺ ഫയലിംഗ് കൃത്യമായി ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ നടത്തിയില്ലെങ്കിൽ ഡെയിലി 50 രൂപ വീതം വരുന്ന ലേറ്റ് ഫീയും നമുക്ക് ബാധകമാവും എന്നാണ് ചുരുക്കം. അതുകൊണ്ട് GST TDS ഡിഡക്ട് ചെയ്യാൻ ബാധ്യതയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിഡക്ട് ചെയ്യുന്ന TDS അടയ്ക്കാൻ വേണ്ടി പുതിയ GST TDS രജിസ്ട്രേഷൻ എടുക്കേണ്ടതും കൃത്യസമയത്ത് TDS അടയ്ക്കേണ്ടതും ഡ്യൂ ഡേറ്റിൽ തന്നെ TDSന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതും നിർബന്ധമാണ്. GST TDSനെ കുറിച്ചുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.